വെൽക്കം ബാക്ക് ടു ദി ലോസ്റ്റ് ഹിസ്റ്ററി മലയാളം. ഞാൻ സബീർ സാത്രി നാരായണൻ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെളിച്ചം കണ്ടുവരുന്ന ഈയാമ്പാറ്റുകളെ പോലെയാണ് നമ്മുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയും ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു യാത്രയിൽ ചിന്തകളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കും. ചിലർക്ക് ക്യാഷിനോടാവാം, ചിലർക്ക് വാഹനത്തിനോടാവും, ചിലർക്ക് വീടിനോടാവും, ചിലർക്ക് മറ്റു മനുഷ്യരോടാവും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ആഗ്രഹങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചിന്തകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഇവിടെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു റോള് വരുന്നത്. അപ്പം ഞാൻ ഈ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ മതസ്ഥരിലും കാണുന്ന, നമ്മളെല്ലാം ഫോട്ടോകൾ കാണുന്ന അത്തരം ദൈവങ്ങളുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചിട്ട് അത്തരം ഫോട്ടോകളിൽ വിശ്വസിക്കുന്നവരെ തിരുത്താനും ഞാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ള അതിയായ ആഗ്രഹം അത് നിങ്ങൾ പ്രാർത്ഥനകളിലൂടെയും ചിന്തകളിലൂടെയും പ്രപഞ്ചത്തിലേക്ക് തുടർച്ചയായി അയച്ചുകൊണ്ടിരുന്നാൽ, നിങ്ങളതിന് അർഹരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടി പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഞാനീ പറഞ്ഞ കൂടെ നിൽക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, ദൈവം വന്ന് നമ്മുടെ എല്ലാം തോളിൽ കൈയിട്ട് നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. അതല്ല ഇവിടെ നടക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഈ ഒരു കൂടെ നിൽക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാലാഖമാർ, അവർക്ക് നമുക്ക് കുറച്ച് അടയാളങ്ങൾ കാണിച്ചു തരും. പക്ഷേ ഈ ഒരു അടയാളങ്ങളെല്ലാം കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് അവർ ആദ്യം വന്ന് നമ്മുടെ എല്ലാം ചെവിയിൽ വന്ന് കാര്യങ്ങൾ പറയും. നീ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ശരിയല്ല, അല്ലെങ്കിൽ ആ വഴിക്കാണ് നീ പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വേണം നീ ചെയ്യാൻ, ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ഇന്ന രീതിയിൽ ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് നീ ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ചിലേക്ക് നിനക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചെവിയിൽ വന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത്തരം ചെറിയ ശബ്ദങ്ങളൊന്നും കേൾക്കാനുള്ള ഒരു കഴിവ് നമുക്കില്ല. അതായത് സാധാരണക്കാരനായ മനുഷ്യർക്കില്ല. ഈ മെഡിറ്റേഷനും മറ്റു പല കാര്യങ്ങളും ചെയ്യുന്ന മറ്റൊരു തലത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരം ചെറിയ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ സാധിക്കും എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരം ചെറിയ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി അവർ തരുന്നുണ്ട്. അതാണ് അടയാളങ്ങൾ, അക്കങ്ങളിലൂടെയുള്ള അടയാളം. അപ്പം അങ്ങനെ ഈ ദൈവത്തിൻ്റെ മാലാഖമാർ നമ്മളെ നേർവഴിക്ക് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി അവർ നമുക്ക് തരുന്ന ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന ആ ഒരു അക്കങ്ങളെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 1 അല്ലെങ്കിൽ ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി ഏഞ്ചൽ നമ്പേഴ്സ്, അതായത് 1, 11, 111, 41, 51 അങ്ങനെ ഒന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആ ഒരു ഹയർ സോഴ്സ്, അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്ന നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മാലാഖമാർ എന്താണ് അവർ നമ്മളെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഇത്, ഈ ഒരു അക്കങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ, ഈ ഒരു പാറ്റേണുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ സംഭവങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ കാര്യങ്ങളാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് 1 എന്ന നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പല ഭാഗങ്ങളിലും രാവിലെ എണീച്ച് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വരുന്ന പല സന്ദർഭങ്ങളിലും നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ 1 കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ ഏഞ്ചൽ നമ്പർ 1. അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പർ 1 കാണുകയാണെങ്കിൽ സ്ഥിരമായിട്ട്, അതായത് ഈ ഒരു 1 എന്നുള്ളത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ കൺമുമ്പിൽ കാണുന്ന ഏത് ഭാഗത്തും ഈ 1 എന്ന സംഖ്യ മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കണ്ണിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയൊരു തുടക്കം കുറിക്കലാണ്. 1 നമുക്കറിയാം, എല്ലാത്തിൻ്റെയും തുടക്കം കുറിക്കും നമ്മൾ 1 നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് 1 എന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാലാഖമാരുടെ സന്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സഫലീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക.
അതായത് പുതിയ കുറച്ച് തുടക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാലാഖമാർ നമ്മളെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് ഭാഷയാണ് ഈ 1 എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ 1 എന്നുള്ള സംഭവം നിങ്ങൾ ലൈഫിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ ഒരു തുടക്കം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം. അടുത്തതായി 1 അല്ലെങ്കിൽ 11 എന്ന് പറയുന്ന പാറ്റേൺ. ഈ ഒരു 11 എന്ന് പറഞ്ഞ സംഖ്യ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മാലാഖമാർ നമ്മുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ശോഭനമായ വലിയൊരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമായി. അതായത് നിങ്ങളെക്കാട്ടിയും ഹയർ സോഴ്സിൽ, അതായത് ഉന്നതമായ തലത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുക, സംസാരിക്കുക, നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു വ്യക്തമായ ആഗ്രഹം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളും സംശയങ്ങളും കാര്യങ്ങളും എല്ലാം അതേ ഫീൽഡിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങളുടെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 11 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് 111 എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ. 111 കൊണ്ട് മാലാഖമാർ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരോത്സാഹത്തെക്കുറിച്ച് ബോധവാനായിരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ 111 എന്നുള്ള സംഖ്യ നമ്മുടെ കൺമുമ്പിൽ സ്ഥിരമായിട്ട് കാണുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നലായിട്ടാണ് ഈ 111 കാണിക്കുന്നത്. യു ആർ ഓൺ ദി റൈറ്റ് പാത്ത് ഇഫ് യു ലിസൺ ടു യുവർ ഹാർട്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ആഗ്രഹം, ആ അതിയായ ആഗ്രഹം, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ 111 എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളെ സങ്കടപ്പെടുത്തിയിരുന്ന പല കാര്യങ്ങളും മാഞ്ഞു പോയി പുതിയ സന്തോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ്. സോ കീപ് യുവർ മൈൻഡ് ക്ലീൻ ആൻഡ് ഫോക്കസ് യുവർ ഗോൾസ്. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് 1111, അതായത് 4-1 ഈ ഒരു പാറ്റേണിലുള്ള സംഖ്യകളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡീകോഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാലാഖമാർ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കാണും. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പാതയിലുള്ള അല്ലെങ്കിൽ ആ ഒരു വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും, കല്ലും മുള്ളുമെല്ലാം പ്രകൃതിയായിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സിഗ്നലാണ് ഈ 1111 എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലൂടെ മാലാഖമാർ നമ്മളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ ഒരുപാട് കല്ലും മുള്ളും തടസ്സങ്ങളുള്ള വഴിയാണെങ്കിൽ അവിടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ദൂരെ കൂടുതൽ സമയമെടുക്കും. പക്ഷെ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഒരു അർത്ഥമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. മറ്റേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1111 എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അതിയായ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പറയാനുള്ള ഒരു സമയമായിട്ടും ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ 1111 എന്ന് പറഞ്ഞ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അത് ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് പറയാനുള്ള ഒരു സന്ദർഭമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 5-1 അതായത് 1111 ഇങ്ങനത്തെ ഒരു പാറ്റേണാണ്. ഈ ഒരു സംഭവത്തിലുള്ള അക്കങ്ങളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങളെ സങ്കടപ്പെടുത്തിയെന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കാൻ ശ്രമിക്കണം. പുതിയ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽ നമ്പേഴ്സിൽ 5-1 എന്നുള്ള അക്കങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ആ ഒരു സീക്വൻസിൽ വരുന്ന 1 എന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഏഞ്ചൽ നമ്പേഴ്സ് 2 അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം. അതുവരെയും ബൈ.